ഹായ്. ഇന്നിപ്പോൾ ഞാനൊരാൾ എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന് വന്നു. അപ്പോൾ ആൾ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ആളാണ്. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് തമിഴ് മാത്രമേ അറിയൂ. ആൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ ആൾ സംസാരിച്ച് നിങ്ങൾ വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്, നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് ട്രാക്ക് റെക്കോർഡുണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ഏജുമായി, നിങ്ങളിപ്പോഴും വളരെ ഫ്രണ്ട് ലൈനിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ള റോളിലേക്ക് പോകാൻ പറ്റിയില്ല എന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്ത് പറഞ്ഞ കാര്യം, എനിക്ക് തമിഴ് മാത്രമേ അറിയുള്ളൂ, ഞാൻ തമിഴ് മീഡിയത്തിൽ പഠിച്ച ആളാണ്, സോ എനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇല്ല, സോ അതുകൊണ്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതായിപ്പോയി എന്നാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ട്രൈ ചെയ്തില്ലേ? ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി, ഈ പറഞ്ഞ പോലെ സ്പോക്കൺ ഇംഗ്ലീഷ്, ബാക്കി നോർമലി നമ്മുടെ കണ്ടംപററിയുള്ള എല്ലാ ട്രിക്സും ടെക്നിക്സും എല്ലാം ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് വരവേ ഇല്ല സാർ, എന്നെ പറഞ്ഞു പോയി. ഞാനും ഏതാണ്ട് ഇതേ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു ജോലിക്ക് പോകുമ്പോഴോ എല്ലാം നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ട് കാര്യങ്ങൾക്കാണ് ഇംഗ്ലീഷ് പ്രധാനമായിട്ട് നമ്മൾ ആവശ്യമായി വരുന്നത്. ഒന്ന് കമ്മ്യൂണിക്കേഷൻ ഈസ് ഓഫ് കോഴ്സ്, രണ്ട് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഗ്യാതറിങ്. ഇൻഫർമേഷൻ ഗ്യാതറിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ, ഒരു ഗ്ലോബലി ഉള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള ഇൻഫർമേഷൻ നമ്മൾ ആക്സസ് ചെയ്യണമെങ്കിൽ യെസ് ഓഫ് കോഴ്സ് വി ഹാവ് നോ അതർ ഓപ്ഷൻസ് എക്സെപ്റ്റ് ലേണിംഗ് ഇംഗ്ലീഷ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് ഞാൻ കണ്ട ഈ മനുഷ്യനെ പോലെ ഞാൻ കേരളത്തിൽ ഒരു വളരെ സാധാരണ സ്കൂളിൽ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 10-15 വർഷമായിട്ട് 15 വർഷം മേലെ. സോ ഐ എം വർക്കിംഗ് ഇൻ ഡിഫറെൻറ്റ് കോർപ്പറേറ്റ്സ്. ഐ എം ഹെഡിങ് ബിസിനസ് ഫോർ മൾട്ടിപ്പിൾ കമ്പനീസ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടാക്കിയൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു എങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചത് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ സാധാരണ ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് യൂട്യൂബിന് പിറകെ ഓടുന്നൊരു സമയമാണ്. അതായത് യൂട്യൂബിൽ നിന്ന് കാശുണ്ടാക്കാനോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ആൾക്കാർ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനോ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസസ് നമ്മളൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ ചുറ്റുള്ള ആൾക്കാർക്ക് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അസെറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ റിവാർഡ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിന് ഉപയോഗപ്രദമാവുകയാണെങ്കിൽ ഉപയോഗപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞാൻ ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്, മലയാളം സ്കൂളിൽ പഠിച്ച ഒരാളാണ്. എൻ്റെ പ്ലാനിങ്ങിൽ ഒരിടത്തും ഈ പറഞ്ഞ പോലെ ഞാൻ കേരളം വിട്ട് പുറത്ത് പോയി വേറെ സ്ഥലത്ത് ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നു അങ്ങനെ ഞാൻ വിചാരിച്ച ഒരാളെ അല്ല. ആൻഡ് എക്സ്പെഷ്യലി ഞാനൊരു മലയാളം BA ഗ്രാജുവേറ്റാണ്. അത് ഞാനൊരു MBA ഒന്നുമല്ല. എനിക്ക് അങ്ങനെയുള്ള അതിഭയങ്കരമായ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ആ സമയത്ത്, അതിനുശേഷം ഞാൻ ഒരുപാട് പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ജോലിയിൽ ലാൻഡ് ചെയ്ത് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ഞാൻ അതിഭയങ്കരമായിട്ടുള്ള കോഴ്സോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളല്ല. അപ്പോൾ എൻ്റെ ആദ്യത്തെ ജോലി ഞാൻ വളരെ ഒരു 20 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഗ്രാജുവേഷൻ ഫിനിഷ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഗ്രാജുവേഷൻ എനിക്ക് സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു. ഗ്രാജുവേഷൻ ഫിനിഷ് ചെയ്ത് തുടങ്ങി ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി എൻ്റെ PGക്ക് ജോയിൻ ചെയ്ത് ഒരു വിത്തിൻ 6 months ഐ ഗോട്ട് പ്ലേസ്ഡ്. ആ കമ്പനിയിൽ ആക്ച്വലി അതൊരു MNC ആയിരുന്നു. അപ്പോൾ ആ കമ്പനിയിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബോസും എൻ്റെ സൂപ്പർ ബോസും എൻ്റെ ഓൾമോസ്റ്റ് ഒരു മിഡ് മാനേജ്മെൻറ്റ് വരെ എല്ലാവരും മലയാളികളായതുകൊണ്ട് എനിക്കൊരു കാരണവശാലും മലയാളം അല്ലാതെ വേറൊരു ഭാഷ ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഓൾമോസ്റ്റ് ഒരു 2-2.5 വർഷക്കാലം. അങ്ങനെ പോയിട്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ്, നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണമല്ലോ ജോലി. കാരണം നമുക്ക് ഗ്രോത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ഈ ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഒരേ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഐ വാസ് എ പെർഫോമർ ആക്ച്വലി. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ്, നമുക്ക് ജോലി ചേഞ്ച് ചെയ്യാം എന്ന് വിചാരിച്ച് വേറൊരു ജോലി ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് കിട്ടി. ആൻഡ് ദാറ്റ് വാസ് ഇൻ എ ബാങ്ക്. അപ്പോൾ ആ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് കൊച്ചിയിലാണ്. അപ്പോൾ എനിക്കതുകൊണ്ട് അതിൽ വലിയ പ്രശ്നമൊന്നും ഞാൻ അഭിമുഖീകരിക്കാനായിട്ട് പോകുന്നില്ല. എൻ്റെ പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് പാലക്കാട്, ദാറ്റ് ഈസ് അഗൈൻ ഇൻസൈഡ് കേരള.
So I never thought of facing any issues with this English fluency. പക്ഷേ ശരിക്കുള്ള പ്രശ്നം വന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ when I went for the induction, that is training, that was happening in Cochin. അവിടെ വെച്ച് എൻ്റെ ട്രെയിനിങ് സെഷൻ ഹാൻഡിൽ ചെയ്തത് രണ്ടുപേരായിരുന്നു, ഒരു മെയിലും ഒരു ഫീമെയിലും. അവർ രണ്ടുപേരും ഔട്ട്സൈഡ് കേരളയായിരുന്നു. ഞങ്ങളുടെ എൻറ്റയർ ബാച്ച് ബിലോങ്സ് ടു കേരള വണ്ടി, കേരളയിൽ പ്ലേസ് ചെയ്യാനായിട്ട് റിക്രൂട്ട് ചെയ്ത ആൾക്കാരാണ്. ഒബിയസ്ലി നമ്മൾ എക്സ്പെക്ട് ചെയ്ത കേരളത്തിലുള്ള ആൾക്കാരായിരിക്കുന്നതാണ്. പക്ഷേ ഈ ദ ഗായ് ഈസ് ഫ്രം ചെന്നൈ ആൻഡ് ദറ്റ് ലേഡി ഈസ് ഫ്രം മുംബൈ. അവർ ആ ലേഡി കാരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തീരുമാനിക്കുന്നതും കേരളം വിട്ട് വെളിയിലോട്ട് പോയി ജോലി ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടാകുന്നതും. എൻ്റെ കരിയറിലെ ഓൾമോസ്റ്റ് എല്ലാ മൈൽ സ്റ്റോൺസിനും അച്ചീവ്മെൻറ്റ്സിനും എല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുന്നതും ആ സ്ത്രീയോടാണ്. അവരുടെ പേര് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞാൻ അവരെ കാണുന്ന ഓൾമോസ്റ്റ് 2008 എൻ്റെ ഓർമ്മ. പക്ഷേ അതിനുശേഷം അവർക്ക് ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷെ അവരെൻ്റെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയയാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ട്രെയിനിങ് സെഷൻ്റെ ഫസ്റ്റ് ഡേ എല്ലാ ഇൻഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഓരോ ആളും അവരവരെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പം ഞാൻ എന്നെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇംഗ്ലീഷിലാണ് ഒബ്വിയസ്ലി, ബിക്കോസ് ഇവർ മലയാളി അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതിയാവും. എല്ലാവരും വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയാവുന്ന പോലെ സംസാരിച്ചു. അതിലേ അവർ വളരെ അൺകംഫർട്ടബിളായി. അപ്പോൾ അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മീ വാസ് ലൈക്ക് സോ ഫ്രം വേർ ദേ ഗോട്ട് ദിസ് ഗൈ ഈസ് നോട്ട് ഈവൻ ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് പ്രോപ്പർലി. സോ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്തിനാണ് ഹയർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ആക്ച്വലി. അത് എനിവേ അതൊരു 2 സെക്കൻഡാണ് നമ്മൾ, അല്ലെങ്കിൽ മാക്സിമം ഒരു 20 സെക്കൻഡാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഭയങ്കര പ്രശ്നമായിട്ട് എനിക്ക് ആ സമയത്ത് തോന്നിയില്ല. അന്ന് ഞാൻ പഠിച്ച ആദ്യത്തെ ഒരു ഇംഗ്ലീഷ് വാക്ക് എന്ന് പറയുന്നത് പ്രയർ എന്നുള്ള വാക്കാണ്. PRIOR, പ്രയർ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ പ്രയർ ടു ദിസ് ജോബ് ഐ വാസ് വിത്ത് സോ ആൻഡ് സോ കമ്പനി, ഓർ പ്രയർ ടു ദിസ് തിങ് ഐ വാസ് വിത്ത് സോ ആൻഡ് സോ. അങ്ങനെ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ യൂസ് ചെയ്യുന്നൊരു വാക്കാണ്. അപ്പോൾ പ്രയർ എന്ന് പറയുന്ന വാക്ക് എനിക്ക് പ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന എന്ന് മാത്രമേ അറിയൂ. ഈ PRIOR എന്താണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. എനിക്ക് ഇന്നും അത് ഓർമ്മയുണ്ട്, ആ മൊമെൻ്റ് ഓർമ്മയുണ്ട്. ശരിക്കുള്ള പ്രശ്നം നടക്കുന്നത് അന്ന് ഈവനിങ് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ റൂമിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, അപ്പോൾ ഞങ്ങളുടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലായിരുന്നു ഈ പറഞ്ഞ ഇൻഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ട്രെയിനിങ് ഹാളിൻ്റെ അതേ ബിൽഡിങ്ങിൽ മുകളിലത്തെ നിലകളിലാണ് ഞങ്ങളുടെ താമസം ഒരു വിളിക്കുന്നത്. വൈകുന്നേരം ഞങ്ങൾക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 6 ആയപ്പോഴത്തേക്കും ഈ പറഞ്ഞ ഇൻഡക്ഷൻ വൈൻഡപ്പായി ഞങ്ങൾ പോയി ഫ്രഷപ്പായി ഡ്രസ് ചേഞ്ച് ചെയ്ത് പാർട്ടിക്ക് വരണം. അപ്പോൾ ഞാൻ ഈ ഇംഗ്ലീഷ് അറിഞ്ഞിടാത്തതുകൊണ്ടും ഓൾറെഡി ഈ പറഞ്ഞ അപമാനം ഏറ്റുവാങ്ങിയതുകൊണ്ടും ഞാൻ വളരെ പെട്ടെന്ന് സ്ഥലം കാലിയാക്കി എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ പോയി ഞാൻ എൻ്റെ റൂം തുറന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ലേഡി അവരുടെ കൂടെയുള്ള അവരുടെ കൊളീഗ ചെന്നൈക്കാരനും കൂടെ അവിടെ പാസ് ചെയ്ത് അവരുടെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡിഫറെൻറ്റ് റൂംസ്. അപ്പോൾ അവരെൻ്റെ സെയിം ഫ്ലോർ തന്നെ. അപ്പോൾ അവരെന്നെ കണ്ടപ്പോൾ അവർക്ക് ഓൾറെഡി എൻ്റെ അടുത്തുള്ള ഒരു ഇറിറ്റേഷൻ ഉണ്ട്. അവരെന്നെ കണ്ടു, ഹേ ഗോകുൽ, വൈ ആർ യു സ്റ്റാൻഡിങ് ഹിയർ മാൻ? അപ്പോൾ ഞാൻ എന്താ പറയേണ്ടത്, ഒബ്വിയസ്ലി ഐ ജസ്റ്റ് കെയിം ടു ചേഞ്ച് മൈ ഡ്രസ്, ഫ്രഷ് അപ്പ് ആൻഡ് ഐ കം ആൻഡ് ജോയിൻ ഫോർ ദ പാർട്ടി. എനിക്ക് അന്ന് അറിയാവുന്ന പൊട്ട ഇംഗ്ലീഷ് വെച്ച് ഞാൻ പറഞ്ഞു, ഐ എം ഗോയിങ് ടു ചേഞ്ച് മൈ ഡ്രസ് എന്ന്. സോറി, ഞാൻ ഗോയിങ് ടു റിമൂവ് മൈ ഡ്രസ് എന്ന് പറഞ്ഞു. ഐ എം ഗോയിങ് ടു റിമൂവ് മൈ ഡ്രസ് എന്ന് പറഞ്ഞു. അപ്പം ഷീ ആസ്ക് മീ, ഓ യു ആർ ഗോയിങ് ടു റിമൂവ് യുവർ ഡ്രസ് ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് മീ? ശരിയായി. അത് ഇവരങ്ങ് ആഘോഷിച്ച് ശരി. അത് കഴിഞ്ഞൊരു 3-4 ദിവസം എന്നെ അതിഭയങ്കരമായി താറ്റിക്കളഞ്ഞ ന്യായമാണ് എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ച്. ഓക്കെ, എല്ലാവരും എന്നെ കളിയാക്കിച്ചിരിക്കാൻ തുടങ്ങി. ഓക്കെ, ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. എന്നെക്കൊണ്ട് അവരുടെ ഫ്രണ്ടിൽ പോയി അവരെ ഫേസ് ചെയ്യാൻ, അവരുടെ സംസാരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി. പക്ഷേ അന്ന് ആ ഇൻഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തിൻ്റെ വീട്ടിലോട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഞാൻ വിത്തിൻ ഒരു 2 to 3 months ഞാൻ ഇംഗ്ലീഷ് ലേൺ ചെയ്യും. ഐ വിൽ ഗോ ബാക്ക് ആൻഡ് സ്പീക്ക് ടു ദിസ് ലേഡി ഇൻ ഹെർ ഫേസ്. നല്ല മണിയായിട്ട് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. കാരണം നമ്മളെല്ലാം മലയാളികളാണ്. ഈ മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട്, ഏത് കടലിൽ കൊണ്ടിട്ടാലും നമ്മൾ നീന്തും. മനസ്സിലായില്ലേ? നമുക്കിപ്പോൾ ഇന്ന ഇടമൊന്നും നിൽക്കും. നമുക്ക് സ്വിമ്മിങ് അറിയാൻ പറഞ്ഞൊന്നുമല്ല. ഏത് ചെങ്കടലാണെങ്കിലും ശരി, ബേ ഓഫ് ബംഗാളാണെങ്കിലും ശരി, അറബിക്കടലാണെങ്കിലും ശരി, ഏത് കടലാണെങ്കിലും ശരി. ഓക്കെ, ഇവനൊരു മാനത്തന്മാരില്ലാതെ തോട്ടിടെ നമ്മൾ നീന്തും. അതാണ് മലയാളികളുടെ പ്രത്യേകത. അത് ആമയ്ക്ക് അറിയാൻ പാടില്ല. ഓക്കെ, ഞാൻ ശരി നമുക്കിതൊന്ന് ശരിയാക്കി എടുക്കണമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ ഐ ഓൾസോ ബോട്ട് സം സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്ക്. നടക്കുന്നില്ല.
സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് ചേരാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബിയസ്ലി എനിക്ക് ജോലിയുള്ളതുകൊണ്ട് ഫുൾ ടൈമാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഒരു കോഴ്സിന് പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ ചെയ്ത കാര്യം ഇംഗ്ലീഷ് ന്യൂസ് ചാനലുകൾ കാണുക എന്നുള്ളതാണ്. ന്യൂസ് പേപ്പർ വായിക്കുക. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ. അതും നടന്നില്ല. അവസാനം ശരിക്കും എൻ്റെ ജീവിതത്തിൽ വർക്കൗട്ടായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് എല്ലാവർക്കും വർക്കൗട്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പം ഇതിനു മുമ്പ് വേറൊരു കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് വേറെ കാര്യം നടന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരിനോട് നമ്മൾ ഈ മിററിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് നമ്മൾ സംസാരിച്ചത് ഇംഗ്ലീഷ് സംസാരിച്ചത് ധൈര്യമായിട്ട് ഇംഗ്ലീഷ് വരുമെന്ന് പറഞ്ഞു. ഞാൻ പോയി മിററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുന്നത് ഞാൻ, പക്ഷേ ഓപ്പോസിറ്റ് ഞാൻ അങ്ങനെ ആ മിററിൽ എൻ്റെ ഇമേജ് ആണല്ലോ, അത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ പഠിക്കാൻ അങ്ങനെ ഈ പറഞ്ഞ സകലമായ ചെപ്പടി വിദ്യകളും ട്രൈ ചെയ്തതിന് ശേഷമാണ് എൻ്റെ കുറേ കാശും പോയി സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്കെല്ലാം വാങ്ങിച്ചു. അതിന് ശേഷമാണ് അവിചാരിതമായിട്ട് ഞാൻ ഇംഗ്ലീഷ് സിനിമകൾ കാണാൻ തുടങ്ങിയത്. ഇംഗ്ലീഷ് സിനിമകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കാണുന്ന ഇംഗ്ലീഷ് സിനിമകൾ എന്ന് പറഞ്ഞാൽ ഈ അടി, വെട്ട്, തട, കുത്ത് ഇങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ കാണുന്ന ഇംഗ്ലീഷ് സിനിമകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ മലയാളത്തിലെ സോ കോൾഡ് ഫീൽ ഗുഡ് മൂവീസ് പോലുള്ള ഒരുപാട് മൂവീസ്, വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള മൂവീസ് ഇംഗ്ലീഷിലുണ്ട്. PSI ലവ് യു, ഷോഷാങ്ക് റിഡംപ്ഷൻ, അങ്ങനത്തെ ഭയങ്കര രസമുള്ള മൂവീസ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ അതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഹാഫ് ആൻ അവർ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്നെ കൊണ്ട് കാണാൻ പറ്റുന്ന മാക്സിമം അന്നത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ മൂവീസ് കാണാനുള്ളതാണ്. ഒരു കാരണവശാലും UK ബേസ്ഡ് ആയിട്ടുള്ള മൂവീസ് കാണാൻ പറ്റില്ല. കാരണം UK ഇംഗ്ലീഷ് നമുക്ക് കടിച്ചാൽ പൊട്ടില്ല. ഒരുപാട് ഫ്രണ്ട്സ് തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണുമ്പോൾ ഞങ്ങളും കൂടെ പോയിരുന്നിട്ട് എനിക്കൊന്നും മനസ്സിലാവാതെ ഞാൻ അവിടെ നിന്ന് ഉറങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഈ പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻസിലെല്ലാം ഞാൻ ട്രിവാൻഡ്രം ശ്രീകുമാർ തിയേറ്ററിൽ പോയി കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ആ സമയത്ത്. അപ്പോൾ ഞാൻ അന്ന് ഇൻ്റർനെറ്റ് സ്പീഡ് വളരെ കുറവാണ്, ഇന്നത്തെ പോലെയല്ല. അപ്പോൾ ഞാൻ രാവിലെ ഓഫീസിൽ പോകുമ്പോഴത്തേനും ഞാൻ പിന്നെ മൂവീസ് ഡൗൺലോഡ് ചെയ്യാൻ എടുക്കും. ഈവനിങ് വന്ന് എല്ലാവരും കിടന്ന് ഉറങ്ങിയതിന് ശേഷം ഇപ്പോൾ എൻ്റെ അടുത്തൊരു ഓൺലൈൻ ഡിക്ഷണറി ഉണ്ട് ആക്ച്വലി. അപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ ഇംഗ്ലീഷ് മൂവീസ് കാണാൻ തുടങ്ങി വിത്ത് സബ് ടൈറ്റിൽ. അപ്പോൾ എൻ്റെ ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഒരു സീനൊക്കെ കാണും. പക്ഷേ ആ ഒരു സീൻ എന്ന് പറഞ്ഞാൽ രാവിലെ 3 മണി 4 മണി ഞാനൊന്ന് കാണും. കാരണം ഈ ഒരു സീൻ 2 സീനിലെല്ലാം ഒരുപാട് സംഭാഷണം വരും. കാര്യം ഇതിനകത്ത് അടിതട വെട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഡയലോഗ്സാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാവില്ല ഇവരെന്താ സംസാരിക്കുന്നത്. അപ്പോൾ സബ് ടൈറ്റിൽ വായിച്ചിട്ട് അതിൻ്റെ മീനിങ് നമ്മൾ ഇതിനകത്ത് പോയി ഡിക്ഷണറി പോയി നോക്കിയിട്ട് നമ്മളങ്ങനെ കാണും. അങ്ങനെ കണ്ട് ആ ഡയലോഗ്സ് ആ ഇംഗ്ലീഷ് മൂവീസിൽ അവർ സംസാരിക്കുന്ന പോലെ നമ്മൾ സംസാരിക്കാൻ ആരംഭിച്ച് ഓൾമോസ്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അമേരിക്കൻ മൂവീസെല്ലാം സബ് ടൈറ്റിൽസ് ഇല്ലാതെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വന്നു. അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 3-4 മാസം എടുത്തപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രയാസവും ഇല്ലാതെ വളരെ ആസ്വദിച്ച് ഇംഗ്ലീഷ് സിനിമകൾ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ചെയ്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇമ്മീഡിയറ്റ് എൻ്റെ ജോബ് ചേഞ്ച് ചെയ്തു. എൻ്റെ ജോബ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം എൻ്റെ ബോസ് ഒരു തമിഴനാണ്. അപ്പോൾ പുള്ളിക്കാരന് കുറച്ച് മലയാളം അറിയാം. പുള്ളിയോട് മലയാളത്തിൽ സംസാരിക്കും. ഈ ഇംഗ്ലീഷ് അറിഞ്ഞോന്നുള്ള കാര്യം ഇതിൽ ഞാൻ അവമാനിക്കപ്പെട്ട ഒരു പുള്ളിക്കാരി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഇങ്ങേരും അടുത്തൊരു 3-4 വർഷം എടുത്ത് മലയാളത്തിൽ സംസാരിക്കാൻ തമിഴിൽ സംസാരിക്കാൻ പോകുന്നുള്ളൂ. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കമ്പനിയിൽ പോയി ജോയിൻ ചെയ്തു. ആ കമ്പനിയിൽ ഞാനൊരു 3-4 വർഷം ജോലി ചെയ്തു. ആ കമ്പനിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബോസും സൂപ്പർ ബോസും എല്ലാം കർണാടക ആൻഡ് ബോംബെ എന്നുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അവർക്കൊന്നും തന്നെ തമിഴും അറിയില്ല, മലയാളം അറിയാൻ പാടില്ല. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കാൻ പറ്റൂ. ഇപ്പോൾ ഒരു പ്രസൻറ്റേഷൻ ചെയ്യണമെങ്കിലും ശരി, എല്ലാത്തിനും ഇംഗ്ലീഷ് മാത്രമേ പറ്റുള്ളൂ. അതെൻ്റെ ജീവിതത്തിലൊരു വലിയ വഴിത്തിരിവായിട്ടുള്ള കാര്യമാണ്. രണ്ടും കൽപ്പിച്ച് കണ്ണും പൂട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളിയാണ്, ഏത് കടലിലും പോയി നമ്മൾ നീന്തുമെന്ന് പറഞ്ഞ പോലെ പോയാൽ പോട്ട് പുല്ലെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയ പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനെടുത്ത വളരെ വ്യക്തമായ തീരുമാനം എനിക്ക് എത്രയും പെട്ടെന്ന് കേരളം വിട്ട് വെളിയിൽ പോകണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ ചെന്നൈ ലാൻഡ് ചെയ്തത്. കഴിഞ്ഞ 4 വർഷം ഞാൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. ഏത് ലെവലിലും ആരെടുത്തും പോയിട്ട് ഐ യൂസ് ടു സീറ്റ് ആൻഡ് ഐ ടോക്ക് ടു ദം, റൈറ്റ്? Nobody can able to understand or believe that I'm just a Malayalam graduate. I studied in a Malayalam medium, right? And this is the kind of experience I've gone through, right? And in the career, basically, the growth what I have in my career, or the growth what I'm aspiring today to be there, after some time, it's all because of my communication skill, and especially I'm in sales, and in sales communication is very very important. അപ്പോൾ ഇതുവരെ ഞാൻ ആ സ്ത്രീയുടെ പേര് പറയുന്നില്ല. അപ്പോൾ അവരുടെ അടുത്ത് ഒരു 2 വാക്ക് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അവരിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയാൻ പാടില്ല, കാരണം അതിനുശേഷം ഞാൻ അവരെ കണക്ട് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിയർ അർച്ചന ചൗരസ്യ, her name is Archana Chaurasia, I still remember your name.
you should understand one thing, like, there are certain things people don't know because of their background and because of their, their family, and there are many things. Because ഞാനൊക്കെ 5 രൂപയ്ക്ക് ഈ പറഞ്ഞ ഗ്രാജുവേഷൻ പഠിക്കാൻ വേണ്ടി 5 രൂപയ്ക്ക് പോയ ആൾക്കാരാണ്. വീട്ടിലൊക്കെ നിവർത്തി ഉണ്ടാക്കത്തില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊക്കെ വേറെ ലെവലിൽ പോയേനെ, അത് വേറെ കാര്യം. അതില്ലാത്തതുകൊണ്ടാണ് ഈ പറഞ്ഞ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ എൻ്റെ വീട്ടിൽ സഹായിച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങളടുത്തെല്ലാം ഞങ്ങളെ ലാഭമാനിക്ക് പോലും ആരാലും എടുക്കണം. യു വിൽ ഡെഫിനറ്റ്ലി കം ബാക്ക് ആൻഡ് ഷോപ്പ് who the hell we are. And especially we are Malayalis. Okay, Malayalis can swim in any ocean, right? If you throw us into anywhere, we will bloody sink and come to shore. Okay, അതുകൊണ്ട് എനിക്ക് എല്ലാവർക്കും പറയാനുള്ള കാര്യം, നിങ്ങൾ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ, ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി യു ഷുഡ് ലേൺ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് പഠിക്കാൻ എനിക്ക് വർക്കൗട്ട് ആയത് ഈ രീതിയിലാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത്, ഇംഗ്ലീഷ് ലേൺ ചെയ്തത്. പിന്നെ കുറച്ച് ധൈര്യം കൂടുതലുണ്ടായിരുന്നു, തൊലിക്കട്ടി ഉണ്ടായിരുന്നു, അത് മേമ്പടിയായിട്ടിരുന്നോട്ടെ. നിങ്ങൾ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ലേൺ ചെയ്യണം. യു ഹാവ് ടു കീപ്പ് ഓൺ പുഷിങ് യുവർ സെൽഫ് ടു ഡെലിവർ യുവർ ബെസ്റ്റ്, ആൻഡ് യു ക്യാൻ വെരി വെൽ സ്പീക്ക് ഓൺ ഡേ. ഇഫ് ഐ ക്യാൻ സ്പീക്ക്, anyone else in this world can able to speak, believe me. So English is a global language, and again I'm telling you, so not only for your job and your career, right? According to me, again I'm telling you, there are 2 reasons for learning English. First is for communication, and second for gathering information, the best quality information possible in this world. You will get it only through English language. സോ നമ്മൾ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അയച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നാളത്തെ ഇനി വരുന്ന കാലത്ത് നമുക്ക് അവരോട് സംസാരിക്കണമെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു KG LKG UKG ലെവലിലുള്ള പിള്ളേരുടെ മുന്നിൽ നമ്മൾ സംസാരിക്കണം. നമ്മൾ മാതാപിതാക്കളാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണം. സോ അതിന് നിങ്ങൾക്ക് എന്താണോ വർക്കൗട്ട് ആവുന്നത് ആ രീതി ട്രൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞത് ഇതെനിക്ക് വരുമാനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബറെ കിട്ടി അങ്ങനെ ഒന്നും ഞാൻ ചെയ്യുന്നൊരു വീഡിയോ അല്ല. എൻ്റെ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. അങ്ങനെ ഒരാൾ ജീവിതത്തിൽ നിന്ന് പച്ച പിടിക്കുകയാണെങ്കിൽ അതാണ് നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റിവാർഡും സന്തോഷവും. നെവർ എവർ ഫർഗെറ്റ്, ഇംഗ്ലീഷ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്.